ഈ വിധി ഈ വിധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും. അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ആ വിധി തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ തൃപ്തികരമായ ഒരു വിധി തന്നെയാണ്. ഇത്രയും കാലമായി 2 വർഷം കഴിഞ്ഞു അല്ലേ? ഈ 2 വർഷത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രാത്രി സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ? സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മകനെ കാണാത്ത വേദന അത് ഒരു നിമിഷം പോലും എനിക്കത് ഉൾക്കൊള്ളുവാനോ താങ്ങുവാനോ കഴിയുന്നില്ല. ഞാൻ ഒരുപക്ഷെ എൻ്റെ പിന്നെ സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് മാത്രം എനിക്ക് സ്നേഹിച്ച് വളർത്തിയ എൻ്റെ പൊന്നുമോനെയാണ്. അപ്പോൾ എനിക്ക് ഈ വിധിയിൽ വളരെ ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിധി വന്നതിൽ ഒരുപാട് ബഹുമാനപ്പെട്ട ജഡ്ജിയോട് 1000 നന്ദി. അപ്പോൾ എന്നാൽ പോലും എനിക്ക് മനസ്സിൽ ഒരു ഭാഗം ഒരു സമാധാനമുണ്ട്, പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ പൊന്നുമോൻ്റെ ആ വേദന എനിക്ക് കാണാൻ പറ്റാത്ത വേദന എനിക്ക് ഇന്ന് വരെയും എനിക്ക് അത് ഈ 2 വർഷം കഴിഞ്ഞു കൂടിയത് എങ്ങനെയാണെന്ന് പോലും, ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും രാവിലെ എണീക്കാൻ പറ്റൂല, അത്രയ്ക്കും വേദനയോട് കൂടിയാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. എപ്പോഴും അവൻ്റെ ചിന്തകൾ തന്നെ, അവൻ്റെ ഓർമ്മകൾ. അവൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നപ്പോഴുള്ള അവൻ്റെ സ്നേഹവും അവൻ നമ്മളോട് കാണിക്കുന്ന കരുതലും ഒക്കെ തന്നെയാണ് എപ്പോഴും. ഇതുവരെ സന്തോഷമൊന്നും അതിനുശേഷം അനുഭവിച്ചിട്ടില്ല. നിങ്ങളൊരു അമ്മയല്ലേ? ആ രീതിയിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ക്ഷമിച്ചുകൂടെ എന്ന് പോലും പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കണ്ടു. ഞാനതിനെതിരാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ, ഇതിൻ്റെ ഈ പിന്നിലുള്ള ക്രൂരത മറക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരിക്കലും ഒരമ്മയ്ക്കും ക്ഷമിക്കാൻ പറ്റൂല. ഈ പെണ്ണിനോട് ഒരമ്മയ്ക്കും ക്ഷമിക്കാൻ പറ്റൂല. കാരണം അമ്മമാർ എത്രമാത്രം സ്നേഹിച്ച് ആണ് വളർത്തുന്നത് മക്കളെ, ഒരുപാട്. അപ്പം സ്വന്തം മകൻ ഇങ്ങനെ വരുമ്പോൾ ഒരമ്മമാരും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അത്രയ്ക്ക് മാത്രം സ്നേഹിച്ച് മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയും അങ്ങനെ പറയാൻ പാടില്ല. ഇത്രയും ക്രൂരമായ ഈ പെണ്ണെന്നോടെ ഒരു ബോൺ ക്രിമിനലാണ്. അപ്പോൾ ഇവക്ക് വേണ്ടിയിട്ട് ആരും സപ്പോർട്ട് ചെയ്യരുത്. അവൾക്ക് ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് അവൾ ഇത്രയും നാൾ കോടതിയിൽ വന്നപ്പോഴും ഇന്നലത്തെ വിധിയിലും ഇരുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ഒരു കുറ്റബോധമോ ഒന്നുമില്ല. ഒരു പക്ക ക്രിമിനലിൻ്റെ മുഖത്ത് വാങ്ങുന്ന ഭാവഭേദമാണ് അവളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഈ ശിക്ഷയ്ക്ക് അവൾ അർഹയാണ്, വധശിക്ഷയ്ക്ക് അവൾ അർഹയാണ്. വധശിക്ഷ തന്നെ തൂക്കുകയറ് തന്നെ അവൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തൂക്കുകയറ് അവളെ വധശിക്ഷ ഇപ്പോൾ വിധിച്ചു. അവൾക്ക് വധശിക്ഷ തന്നെ അവൾക്ക് തൂക്കിക്കൊല്ലണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അനുകൂലിച്ചിട്ടല്ല, ഈ ഒരു ശിക്ഷ എതിർത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് കൂടിപ്പോയി എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ജഡ്ജ്മെൻറ്റിലൊന്ന് വായിച്ചു നോക്കുക. അല്ലാതെ പ്രതികരിച്ചതാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സാർ പോലും അതിനെ ഭയങ്കരമായിട്ട് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അപ്പം അത് തികച്ചും പ്രതിഭാഗം വക്കീൽ ആർഗ്യൂ ചെയ്ത പോയിൻറ്റ്സ് മാത്രം എടുത്തു വെച്ചിട്ടാണ് പുള്ളി പറഞ്ഞു. അപ്പോൾ ആ ഒരു ഈ ജഡ്ജ്മെൻ്റലിൻ്റെ ഈവൻ ഒരു പേപ്പർ പോലും വായിച്ചിട്ടുണ്ടാവത്തില്ല പുള്ളി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് സംസാരിച്ചത്. അപ്പം അതാണ് ആ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഞാനങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഇന്നലെ സെഷൻസ് കോടതിയിലുള്ള വിധിയാണ്. ഇനി അവർക്ക് ഇത് മാറ്റാൻ പല രീതിയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ. അങ്ങനൊരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമം വഴി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളും ചെയ്യും. അപ്പോൾ ഏത് അറ്റം വരെ പോയാലും അതിൻ്റെ പിറകെ തന്നെ ഉണ്ടാകും. എന്ത് വന്നാലും ഈ വിധി ആ പെൺകുട്ടിക്ക് കിട്ടണം എന്നുള്ള ഉറപ്പിൽ തന്നെയാണ്. വിധി കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ആഗ്രഹവും. അതിനുവേണ്ടി എന്താ നിയമം വഴി ചെയ്യാൻ പറ്റുന്നത് അത് ഞങ്ങൾ ചെയ്യും. ഷാരോണിൻ്റെ ആ ഒരു അവസാനത്തെ 11 ദിവസങ്ങളുണ്ടല്ലോ, ശരിക്കും ആ കുട്ടി നീറി ഇഞ്ചിഞ്ചായി അവന് വേദന അനുഭവിച്ച ആ ദിവസങ്ങൾ അന്ന് നേരിട്ട് കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു
അത് ആ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ടും നമ്മളെ ജഡ്ജ് സാറത് കൃത്യമായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആ ഓരോ ദിവസത്തെ വേദനയും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് അത്രയും ബ്രൂട്ടലാണ് എന്ന് സാർ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഓരോ വ്യക്തിയും ആ ജഡ്ജ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു 576 പേജ് എന്തുകൊണ്ട് ജഡ്ജ്മെൻറ്റിൽ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ വായിച്ചാൽ തന്നെ എല്ലാവർക്കും അത് എങ്ങനെയാണ് നടത്തിയതെന്നും എത്ര ബ്രൂട്ടലായിരുന്നുവെന്നും ഈ പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം മനസ്സിലാവുന്നതാണ്. പെൺകുട്ടിക്ക് വേറെ, ഇവരുടെ കുടുംബത്തിന് വേറെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. നമ്മളുടെ കേസിലേക്ക് വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഷാരോണിനെ ഇതുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി ജ്യൂസ് ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും പാരസെറ്റമോളിനെ കുറിച്ചൊക്കെ സെർച്ച് നടത്തി ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷെ അത് ഫെയിലായിപ്പോയി. സ്ലോ പോയിസൺ എന്നുള്ളൊരു രീതിയിലാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇളവ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റിൽ വന്നത്. കൂടാതെ പിന്നെ ആ ഒരു ടൈമിൽ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന റിലേഷനിലുള്ള ആൾക്കാർ, ചെക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളൊരു മോശം ക്യാരക്ടറാണ്, ഇവളൊരു വൃത്തിയുടെ ക്യാരക്ടറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയാസിൽ ഇപ്പോഴും വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അനിയൻ ഈ 11 ദിവസങ്ങളിൽ അവൻ എത്രമാത്രം ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ പോലും എപ്പോഴെങ്കിലും ഷിമോനെ കാണുന്ന സമയത്ത് ഇത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും അനിയൻ സംസാരിച്ചിട്ടുണ്ടോ? അവന് കോൺഷ്യസ് ആയിരുന്നു, അവൻ അവസാനം വരെയും കോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് കയറാൻ പറ്റുന്നത് ഭയങ്കര മിനിമം ആയിരുന്നു. കാരണം ICUലായതുകൊണ്ട് ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ പപ്പയാണ് കയറാറ്. അപ്പോൾ പപ്പ രാവിലെയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് പപ്പയാണ് കയറാറ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് അവന് ഒട്ടും പറ്റില്ല, അവൻ മരിക്കും എന്നുള്ളൊരു അവന് തന്നെ ഒരു അതെ അവന് തന്നെ മനസ്സിലായപ്പോൾ, അതായത് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഒരു 20 സെക്കൻഡൊക്കെ മുതൽ ആ ഒരു ടൈമിലാണ് പപ്പ എടുത്ത് രാവിലെ ക്ലീനാക്കാൻ പോയപ്പോഴത്തേക്കും ഷാരോണെല്ലാം പറഞ്ഞത്. അന്നെല്ലാം പപ്പ എടുത്ത് തുറന്നു പറഞ്ഞു. പപ്പ പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതറിയുന്നത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അന്ന് തന്നെയായിരുന്നു ഗ്രീഷ്മേനെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് ആ ഒരു കോൾ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു റെക്കോർഡൊക്കെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തെളിവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞേ? അതിൽ ഞാൻ കഷായം എന്താ കൊടുത്തത്, ഏത് കഷായമാണ്, ഡോക്ടറിൻ്റെ പേര് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ അവൾ തന്നെ അവൾ തന്നെ സ്വമേധയെ പറയുന്നുണ്ട്, അവിടെ വെച്ചിട്ട് കഷായം അവൾ തന്നെ കൊടുത്തത്, ഒരു ഗ്ലാസ് ഫുള്ള് കൊടുത്തു, അവിടെ വെച്ച് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പച്ചക്കള്ളറിൽ ഛർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ തന്നെ ആ കോൾ റെക്കോർഡിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല തെളിവായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ കോടതി മുറിയിൽ വെച്ച് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഞാൻ സത്യം പറഞ്ഞാൽ ആ മുഖത്തോട് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് എപ്പോഴും ഞങ്ങൾ ആ വിചാരണ ടൈമിൽ ഫുള്ളും അവിടെ ഉണ്ടായിരുന്നു കോടതിയിൽ. അപ്പോൾ ഓരോ ദിവസം പോകുമ്പോഴും ഇവർ വരും, 3 പേരും വരും. അപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും റിഗ്രറ്റ് ആ ഫേസിൽ ഇല്ല. അപ്പോൾ എപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആരെയും കൂസലില്ല, ആരെയും പേടിയില്ല. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ നിയമത്തിന് ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതോ ആ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചിട്ടുള്ളൊരു ശിക്ഷാവിധി ആയിരുന്നു ഇന്നലെ വന്നത്. അതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഷിമോൻ തളർന്നിട്ടില്ല. കാരണം അമ്മയും അച്ഛനും, നമുക്കിവിടെ ഇവരുടെ കുടുംബ ചിത്രം കാണുമ്പോൾ അറിയാം, വളരെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു അച്ഛനും അമ്മയും, സന്തോഷമുള്ള 2 കുഞ്ഞുങ്ങളും. അങ്ങനെയാണ് ഇവർ വളർന്നു വന്നത്. പക്ഷേ അവിടെ നിന്ന് ആ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഈ സമയം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഷീമോൻ തളരാതെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിക്കുകയാണ്. എന്തു വന്നാലും അനുജന് നീതി കിട്ടുന്ന അത്രയും ദൂരം പോകും. ആരൊക്കെ ഇനി കൂസാതെ ഇതിന് മുമ്പേ ഇതിന് എതിരായിട്ട് മുന്നോട്ട് വന്നാൽ പോലും അനുജന് നീതി വാങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഷിമോൻ. എന്തായാലും ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനൊരു
അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാവരെയും നമുക്ക് നമ്മുടെ ചിറകിനുള്ളിൽ കരുതാൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒരു ദുഷ്ടജന്മം ഇനി ഒരു പെൺകുട്ടിയുടെ ഇടയിലും, ഒരു പെൺകുട്ടിയായിട്ടൊരു ദുഷ്ടജന്മം ഈ ലോകത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.